അയോധ്യ രാമക്ഷേത്രത്തിലെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിൽ സുപ്രഭാതം പത്രത്തിൽ വന്ന മുഖപ്രസംഗം സമസ്തയുടെ നിലപാടല്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയ നയങ്ങളിൽ സമസ്തയ്ക്ക് അഭിപ്രായമില്ല. സമസ്തയ്ക്ക് ഏതായാലും ക്ഷണമില്ല. സമസ്തയുടെ നിലപാട് സമസ്തയാണ് പറയേണ്ടതെന്നും ജിഫ്രി തങ്ങൾ. അതൊക്കെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാർ അവരോട് ചൊരിക്കപ്പെടുമ്പോൾ അവർ സ്വീകരിക്കുകയും നിരസിക്കുകയൊക്കെ ചെയ്യും. അത് അവർക്ക് വേണ്ടതുപോലെ ചെയ്യാം. അത് ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം. ഞങ്ങൾ അനുസരിച്ചല്ലോ. പിന്നെ സുപ്രഭാതത്തിൻ്റെ എഡിറ്റർ കോളത്തിൽ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയാളെ ജമിയത്തുൽ ഉലമയുടെ നയമല്ല അത്. സമസ്തയാളെ ജമിയത്തുൽ ഉലമയുടെ നയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങളുമായുണ്ട്. ഷെയ്ദ്, കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ വന്ന ആ മുഖപ്രസംഗത്തിൽ അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം നിലപാട്, കൃത്യമായൊരു നിലപാട് കോൺഗ്രസ് എടുത്തില്ലെങ്കിൽ എന്ന തരത്തിലൊരു ഒരു വെല്ലുവിളിയൊക്കെ ഉയർത്തുന്ന തരത്തിലുള്ളതായിരുന്നു ആ മുഖപ്രസംഗം എന്ന് പറയുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് അതിൽ വ്യക്തമാക്കുന്നത്? അക്ഷയ, ഈ വിഷയത്തിൽ അതായത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിന് അതിരൂക്ഷമായ വിമർശനമായിരുന്നു സമസ്ത മുഖപത്രം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ആ വിമർശനത്തെ, ആ നിലപാടിനെ സമസ്ത ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ അക്കാര്യത്തിൽ അങ്ങനെയൊരു നിലപാടല്ല സമസ്തയ്ക്കുള്ളത് എന്ന് വ്യക്തമാവുകയാണ്. ഇന്ന് സമസ്തയുടെ മുഷാവറാംഗങ്ങളുടെയും പോഷക സംഘടനാ ഭാരവാഹികളുടെയും എല്ലാം യോഗം കോഴിക്കോട് വെച്ച് നടന്നിരുന്നു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ നിലപാട് പ്രഖ്യാപിച്ചത്. അതായത് സുപ്രഭാതത്തിൽ അത് സമസ്തയുടെ കീഴിലുള്ള പത്രമാണ്, പക്ഷേ അത് ആ പത്രത്തിൻ്റെ നിലപാടാണ്. സമസ്തയ്ക്ക് അത്തരമൊരു നിലപാടില്ല. ഇത്തരം വിഷയങ്ങളിൽ, അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് പോകുന്നതോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നതോ പോകാതിരിക്കുന്നതോ ഒക്കെ അതത് രാഷ്ട്രീയ പാർട്ടികളുടെ നയമാണ്, നിലപാടാണ്. അത് അവർ സ്വീകരിക്കട്ടെ. അതിൽ സമസ്തക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. മറ്റ് അയോധ്യ വിഷയത്തിൽ മാത്രമല്ല, മറ്റേത് സ്ഥലങ്ങളിലേക്ക് ആളുകൾ, രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നതിനെ മുസ്ലിം സമുദായത്തിന് അത്തരത്തിലുള്ളൊരു വൈകാരിക വിഷയമായി എടുക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ഈ വിഷയത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും എടുത്ത നിലപാടിനെ ആ അർത്ഥത്തിൽ തന്നെ അംഗീകരിച്ച് അല്ലെങ്കിൽ അതിനെ പരസ്യമായി അതിനോട് പിന്തുണയ്ക്കുന്ന നിലപാടിലേക്ക് സമസ്തയും പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങൾ നൽകിയത്.